ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ ഒരു രോഗം മാറാനോ, നമുക്കൊരു ഉത്തരം കിട്ടാനോ, നമ്മൾ ഒരു സങ്കടത്തിൽ നിന്ന് കയറി വരാനോ ഒക്കെ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമില്ലാത്ത ആരാ ഉള്ളത്? ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ നമ്മൾ വചനം വായിക്കുന്നു, നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, വിശ്വാസമുണ്ട്. നമ്മൾ ചില നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഉറപ്പ് നമുക്കുണ്ട്, ഒരു വലിയ ഒരു ചലിക്കാത്ത അത്ര ഉറപ്പുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഈശോ ഇവിടെ ഉണ്ടെന്നും ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും. എന്നിട്ടും ചിന്തിച്ചു പോയിട്ടില്ലേ? എന്നിട്ടും എന്നാ ഈശോ ചില സമയത്ത് ഉത്തരം തരാത്തെ? ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനതെല്ലാം ഈശോയോട് പറയുന്നുണ്ട്, ഈശോയ്ക്ക് എല്ലാം അറിയുകയും ചെയ്യാം. എന്നിട്ട് എന്താ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തെ? എന്താ ഇതിനൊരു മറുപടി പോലും ഇല്ലാത്ത? ഈശോ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസം മാത്രം മതിയോ നമ്മുടെ ഉത്തരം, നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനെന്നൊന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി അധികം കേട്ടിട്ടുള്ള ഈശോ ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് വളരെ കുഞ്ഞായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. മത്തായി സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈശോ ജൈറൂസിൻ്റെ വീട്ടിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് ഈശോ മറ്റൊരു അത്ഭുതം ചെയ്യാണ്. എന്താണെന്നറിയോ? 9-ാമത്തെ അധ്യായത്തിൻ്റെ 20-22 വാക്യങ്ങൾ നമ്മൾ വായിക്കും. കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണല്ലോ. ഇങ്ങനെ ഈശോ നടന്നു പോകുന്ന സമയത്ത് ഒരു ചേച്ചി, ഈ സഹോദരിക്ക് നമുക്കറിയാവുന്ന പോലെ 10-12 വർഷമായിട്ട് രക്തസ്രാവം മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിക്ക് ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കുറിച്ച്, ഈ സഹോദരിക്ക് ഉണ്ടായിരുന്ന ഈശോയിലുള്ള ഉറപ്പിനെ കുറിച്ച് മത്തായി സുവിശേഷകൻ 21-ാമത്തെ വാക്യത്തിൽ, 9-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുക: ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ അറ്റത്തെങ്കിലും തൊട്ടാൽ മതി, എനിക്ക് സുഖം പ്രാപിക്കാൻ പറ്റുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു, അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ നോക്കി, വലിയ വിശ്വാസമാണ് അത്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനും, ഈശോയെ ഒന്ന് തൊടാനും, ഈശോയുടെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊന്ന് സ്പർശിക്കാനും ഒക്കെ അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്നു. അങ്ങനെ അവൾ വിചാരിച്ചു. വിശ്വാസമുണ്ട്, ഈശോയെ തൊട്ടാൽ ഈശോ ഇടപെട്ട് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രമാണ് അത്ഭുതം സംഭവിച്ചത്. ആ വചനഭാഗം 21-22 വാക്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കും പിടിയിട്ടും. മറ്റു സുവിശേഷങ്ങളൊക്കെ ചേർത്ത് വായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈശോ പെട്ടെന്ന് അവിടെ നിൽക്കുന്നു. ആരാണ് എന്നെ തൊട്ടെന്നൊക്കെ ചോദിക്കുന്നു. ഈശോയുടെ ശരീരത്തിന് ശക്തി പുറപ്പെട്ടത് ഈശോ അറിയുന്നു. പിന്നെ പത്രോസിലെ ഇടയ്ക്കൊക്കെ കയറുന്നു. ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് മത്തായി സുവിശേഷം ഇത് അവതരിപ്പിച്ചേക്കുന്നത്. ഈശോ അവളുടെ നേരെ തിരിഞ്ഞു, എന്നിട്ട് അവളോട് ഇങ്ങനെ പറയാണ്: നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കൊണ്ട് മാത്രമല്ല അവിടെ ഒരു സൗഖ്യം നടന്നത് മെയിനായിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈശോ അവളുടെ നേരെ തിരിഞ്ഞു, അവളോട് സംസാരിച്ചു, ഉടനെ അവൾ സൗഖ്യം പ്രാപിച്ചു. എന്ന് വെച്ചാൽ ഈശോയുടെ വാക്ക് കേട്ടു എന്നുള്ളത് സൗഖ്യത്തിന് ഉത്തരം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിശ്വാസികളാണ്, വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കും: ഈശോ, എനിക്ക് ഈ രോഗമാണ്, എനിക്ക് ഈ വേദനയാണ്, ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ തോറ്റു നിൽക്കുകയാണ്. ഈശോയോട് ഇതിങ്ങനെ പറയുന്നുണ്ട്. ഈശോയുടെ അടുത്തും ചെല്ലുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ, ആരാധനയിൽ, പേഴ്സണൽ പ്രയറിൽ, നമ്മുടെ ബൈബിൾ വായനയിലൊക്കെ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈശോയുടെ പേഴ്സണൽ ഒരു ടച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. വിശ്വാസമുണ്ട്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ലിസണിങ് ടു ഹിം? ഈശോ പറയുന്ന ജീവനുള്ള വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുണ്ടോ? ഈശോയെ തൊട്ടു എന്നുള്ളതോ, ഈശോയുടെ അടുത്ത് ചെന്നു എന്നുള്ളതോ, ഈശോയെ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട, മിസ് ചെയ്യാൻ പാടില്ലാത്ത, നമ്മുടെ ആത്മീയതയിൽ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് ഈശോ പറയുന്ന വാക്ക് കേൾക്കുക. ഒറ്റ വാക്കുകൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ പറ്റുന്നവൻ. എഴുന്നേൽക്കുക എന്നൊരു വാക്കുകൊണ്ട് എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, മരിച്ചവരെ പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഈശോയുടെ വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടോ? എല്ലാം ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സങ്കടങ്ങളും ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ മകനോട്, ഈശോയുടെ മകളോട് എന്നാ പറയുന്നതെന്ന് ഈശോയുടെ കുഞ്ഞ് കേൾക്കുന്നുണ്ടോ? ആ കേൾവിയിലാണ്, ഈശോയുടെ ആ ജീവനുള്ള വാക്ക് കേൾക്കുമ്പോഴാണ് സൗഖ്യം സംഭവിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കുക. അവിടെ നമ്മുടെ ആത്മീയതയിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു സീക്രട്ടാണിത്. അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങോട്ട് ചേർന്നിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു വിശ്വാസിയുടെ അടയാളം. വിശ്വാസിയുടെ വലിയൊരു അടയാളം ഈശോ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുക. ലിസൺ ടു ഹിം. ജീവനുള്ള ആ വാക്ക് കേൾക്കുക. കേട്ടാൽ ജീവിക്കും, എഴുന്നേൽക്കും, രോഗം മാറും, സങ്കടങ്ങൾ മാറും, കെട്ടുകൾ അഴിയും, നമ്മൾ ആനന്ദിക്കും. ഈശോയുടെ വാക്ക് കേൾക്കുന്ന ആ വാക്കെല്ലാം ജീവിതത്തിൽ നിറവേറാൻ ഇടയാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.